Good morning, all. Today I am going to discussing about what is the meaning of oversubscription shares and a problem related with this theory. Oversubscription means the application for shares received will be more than the number of shares issued. This is called oversubscription shares. ആക്ച്വലി ഇഷ്യൂ ചെയ്തേക്കുന്ന ഷെയറിനേക്കാളും കൂടുതലായിട്ട് ഷെയറിൻ്റെ ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് വിളിക്കും. നമുക്ക് മൂന്ന് രീതിയിൽ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഡീൽ ചെയ്യാൻ സാധിക്കും. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. You can three options for dealing over subscription of shares in the company. First one, rejection of excess application and also refund the particular amount. Second option is that pro rata allotment. Third option, the combination of first and second, that is rejection and pro rata allotment. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് റിജക്ഷൻ ഓഫ് എക്സസ് ആപ്ലിക്കേഷൻ എന്നിട്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോറേറ്റ് അലോട്ട്മെൻ്റ് ആണ്. എക്സസ് ആയിട്ട് വരെ നമുക്ക് അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഈ ഒന്നാമത്തെയും രണ്ടാമത്തേയും കോമ്പിനേഷൻ, അതായത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, റീഫണ്ട് ചെയ്യും, എന്നിട്ട് ബാലൻസ് ഉള്ള പ്രോറേറ്റ അലോട്ട്മെൻറ്റ് വഴിയായിട്ട് അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എക്സ് കമ്പനി ഇഷ്യൂഡ് 1 lakh shares of ₹10 each payable as follows. On application ₹2, on allotment ₹3, on first call ₹2 and final call ₹3. Next paragraph, 1,50,000 share applications were received, 30,000 applications were rejected and pro rata allotment was made to the rest. Application money in respect of rejected application are to be refunded, but the excess application money received from those to whom pro rata allotment was made are to the adjusted against the allotment money due from them. Give journal entries. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് എസ് കമ്പനി ലിമിറ്റഡ് 1,00,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. ഷെയറിൻ്റെ വില, ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ₹2, അലോട്ട്മെൻറ്റ് ₹3, ഫസ്റ്റ് കോൾ ₹2, ഫൈനൽ കോൾ ₹3, ഇങ്ങനെയാണ് നമ്മൾ ഷെയറിൻ്റെ പ്രൈസ് നമ്മൾ വാങ്ങുന്നത്. ബട്ട് ഇൻ ദിസ് പ്രോബ്ലം 50,000 ഷെയർസ് ആർ എക്സസ് ത്രൂ ദ ആപ്ലിക്കേഷൻ റിസീവ്ഡ്. ആപ്ലിക്കേഷൻ നമ്മൾ 50,000 ഷെയർസ് കൂടുതലായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 30,000 ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്തു, എന്നിട്ടത് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഉള്ള പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് വഴിയായിട്ട് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് ദിസ് പ്രോബ്ലം. ഫസ്റ്റ് ജേർണൽ എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ജേർണൽ എൻട്രിയാണ് എഴുതുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, അതായത് എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് 1,50,000 ഷെയർ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 1,50,000 ഷെയർസ് ഇൻറ്റു ആപ്ലിക്കേഷൻ മണി ₹2 ആണ്. അപ്പോൾ 1,50,000 ഷെയർസ് ഇൻറ്റു ₹2 = 3 lakh. നറേഷൻ കൊടുക്കുക. നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതണം. ഈ കോളത്തിൽ ഈ ജേർണൽ എൻട്രി കഴിയാൻ നേരത്ത് വിത്തിൻ ബ്രാക്കറ്റിനകത്ത് ഇതാണ് ബീയിങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബീയിങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അത് നറേഷനാണ് ബ്രാക്കറ്റിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ജേർണൽ എൻട്രി, ദ സെക്കൻഡ് ജേർണൽ എൻട്രി ഈസ് ദാറ്റ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ബാങ്ക് അക്കൗണ്ട്, ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ഇത് ആക്ച്വലി ഞാനത് കമ്പൈൻ ചെയ്താണ് ജേർണൽ എൻട്രി എഴുതിയേക്കണേ. ഇത് ആക്ച്വലി നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആക്ച്വലി ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് സാധാരണ ജേർണൽ എൻട്രി വരുന്നത്. നമ്മൾ ഇഷ്യൂ ചെയ്ത എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. ഓക്കെ, ഇഷ്യൂ ചെയ്ത ഇവിടെ എമൗണ്ട് ഷെയർ എത്രയാണ്? 1,00,000 ഷെയർ ആണ്. 1,00,000ന് 2 രൂപ വെച്ചിട്ട്, അപ്പോൾ 2,00,000 ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഈ കോളത്തിൽ
ഡെബിറ്റിലും ക്രെഡിറ്റിലും കാണിക്കേണ്ടത്. എത്രയാണ്? 2 ലക്ഷം രൂപ. 1 ലക്ഷം ഇൻറ്റു ₹2 2 ലക്ഷം രൂപയാണ് കാണിക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്ക് എക്സസ് ആയിട്ട് വന്നേക്കണോണ്ട് നമ്മളെന്താണ് 1,50,000 ഇൻറ്റു ₹2 3 lakh. പക്ഷേ ആക്ച്വലി ഷെയർ ക്യാപിറ്റലിലേക്ക് പോകേണ്ടത് 1 lakh ഇൻറ്റു 2 ആണ്. മനസ്സിലായോ? ഷെയർ ക്യാപിറ്റലിലേക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ ആപ്ലിക്കേഷൻ്റെ ആ എമൗണ്ട് ആണ് പോകേണ്ടത്. 1 lakh ഇൻറ്റു ₹2. അത് 2 lakh ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി. പിന്നെ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു സെപ്പറേറ്റ് ജേർണൽ എൻട്രി ആയിട്ട് നമുക്ക് വേണ്ടി എഴുതാം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കമ്പൈൻ ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഞാനിത് കമ്പൈൻ ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് റീഫണ്ട് ചെയ്യുന്നത്? എത്രയാണ്? 30,000 ഷെയർ. 30,000 ഇൻറ്റു ആപ്ലിക്കേഷൻ മണി ₹2. 30,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു ₹60,000. 30,000 ഇൻറ്റു ₹2 ഇസ് ഈക്വൽ ടു ₹60,000. ഇനി ബാലൻസ് 20,000 ഷെയർ ഉണ്ട് ഇല്ലേ? മൊത്തം 50,000 ഷെയറാണ് എക്സസ് ആയിട്ട് വരുന്നത്. നമുക്ക് 1 ലക്ഷം മതിയായിരുന്നു, പക്ഷേ 1,50,000 ആയതുകൊണ്ട് 50,000 ഷെയർ എക്സസ് ആണ്. 30,000 നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു, ടു ബാങ്ക് അക്കൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തു. ബാലൻസ് എത്രയുണ്ട്? 20,000 ഷെയർസ് ഉണ്ട്. അപ്പോൾ 20,000 ഇൻറ്റു ഷെയർ ആപ്ലിക്കേഷൻ മണി എത്രയാണ്? 2 രൂപയാണ്. അപ്പോൾ 20,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു ₹40,000. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ കിട്ടും. 2 ലക്ഷം 60,000 40,000 ടോട്ടൽ 3 lakh കിട്ടും. ഓക്കെ, മൂന്നാമത്തെ ജേർണൽ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെൻറ്റ് മണി അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ജേർണൽ എൻട്രി എല്ലാവരും തറവായിട്ട് പഠിക്കുക. ഷെയർ അലോട്ട്മെൻറ്റ് മണി അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 3 lakh. അതായത് 1 lakh ഷെയർസ് ഇൻറ്റു അലോട്ട്മെൻറ്റിൻ്റെ പൈസ എത്രയാണ്? 3 രൂപയാണ്. 1 lakh ഇൻറ്റു 3 lakh. ഓക്കെ, അല്ലാതെ ഈ 3 ലക്ഷം അല്ല. ഈ 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂ ചെയ്ത 1 ലക്ഷം ഷെയർ ഇൻറ്റു അലോട്ട്മെൻറ്റിൻ്റെ പൈസയെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ₹3 lakh. ഓക്കെ, ഇനി നമ്മളത് ബാങ്കിലേക്ക് റിസീവ് ചെയ്യാണ്. എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി 40,000 രൂപ ആണ് രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 40,000 രൂപ, അത് 20,000 ഇൻറ്റു 2 40,000 രൂപ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിൽ ഷെയർ അലോട്ട്മെൻറ്റിൽ 3 ലക്ഷം രൂപ വേണം. പക്ഷേ 40,000 നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കണതുകൊണ്ട് നമുക്ക് 2,60,000 മതി. അത് 3 ലക്ഷം മൈനസ് 40,000 എഴുതുക. 3 ലക്ഷം മൈനസ് 40,000 ആണ് 2,60,000 എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്രയും എമൗണ്ട് ആക്ച്വലി നമുക്ക് മതി, കാരണം 40,000 രൂപ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ജേർണൽ എൻട്രി അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്തത് കോൾ മണി ഡ്യൂ ആവുന്നതാണ്. അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ 1 lakh ഇൻറ്റു ₹2 lakh. 2 ലക്ഷം കിട്ടിയത് മനസ്സിലായില്ല. അതായത് 1 ലക്ഷം ഷെയറിന് 2 രൂപ വെച്ചിട്ട് 2 ലക്ഷം രൂപ ബീയിങ് ഫസ്റ്റ് കോൾ മണി ഡ്യൂ. ആറാമത്തെ ജേർണൽ എൻട്രി അത് ഡ്യൂ ആയി നമ്മൾ റിസീവ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ₹2 lakh. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ₹2 lakh. ഇനി അടുത്തത് ഏഴാമത്തെ ജേർണൽ എൻട്രി എന്താണ്? ഫൈനൽ കോളിൻ്റെയാണ്. ഫൈനൽ കോൾ എമൗണ്ട് ഡ്യൂ ആവുന്നത്. അപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ എമൗണ്ട് 1 lakh ഇൻറ്റു 3 lakh ആണ്. 3 ലക്ഷം രൂപയാണ്. ഷെയർ ഫൈനൽ കോളിൻ്റെ എമൗണ്ട് 3 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ഫൈനൽ കോൾ എമൗണ്ട് റിസീവ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ₹3 lakh. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവമുള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ പ്രോബ്ലം ചില ജേർണൽ എൻട്രീസ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ചെയ്ത പ്രോബ്ലംസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.